റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻ. ഒരു ഗവേഷകൻ തൻ്റെ ഏതെങ്കിലും ഗവേഷണ വിഷയത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ വ്യത്യസ്ത ജേണലുകളിലോ കോൺഫറൻസുകളിലോ ഒന്നിലധികം സ്ഥലങ്ങളിൽ സമർപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനെയാണ് റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരേ ഗവേഷണ കണ്ടെത്തലിനെ തന്നെ പൂർണ്ണമായോ ഭാഗികമായോ പുനരവതരണം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിനെ സ്വയം കവർച്ച എന്നും പ്രസിദ്ധീകരണ ധാർമ്മികതയുടെ ലംഘനം എന്നും വിശേഷിപ്പിക്കുന്നു. ടൈപ്സ് ഓഫ് റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻ. റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻസിനെ മൂന്നായി തിരിക്കാം. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിക്കേഷൻ, രണ്ട് ഓവർലാപ്പിംഗ് പബ്ലിക്കേഷൻ, മൂന്ന് സലാമി സ്ലൈസിംഗ്. ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിക്കേഷൻ അഥവാ പ്രസിദ്ധീകരണത്തിൻ്റെ തനിപ്പകർപ്പ് അവതരണം. ഒരേ കണ്ടെത്തലോ കയ്യെഴുത്ത് പ്രതിയോ ഒരേ സമയം ഒന്നിലധികം ജേണലുകളിൽ സമർപ്പിക്കുന്നതിനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മുൻപ് പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ സ്വയം കോപ്പിയടിക്കലിനും സുതാര്യതയില്ലായ്മയ്ക്കും ഇത് കാരണമാകുന്നു. ഓവർലാപ്പിംഗ് പബ്ലിക്കേഷൻ. മുൻപ് പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗണ്യമായ ഭാഗങ്ങൾ പങ്കിടുന്ന ഗവേഷണ പ്രബന്ധത്തിൻ്റെ സമർപ്പണമോ പ്രസിദ്ധീകരണമോ ഓവർലാപ്പിംഗ് പ്രസിദ്ധീകരണം എന്നറിയപ്പെടുന്നു. എന്നാൽ അതേസമയം പുതിയ ചില കണ്ടെത്തലുകളോ ഡാറ്റയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായി ഓവർലാപ്പിംഗ് ഭാഗികമാണ് എന്ന് പറയുന്നു. എങ്കിൽ പോലും പ്രസിദ്ധീകരണ നൈതികതയുടെ ലംഘനമായി ഇതിനെ കണക്കാക്കുന്നു. സലാമി സ്ലൈസിംഗ്. ഒരു വലിയ ഗവേഷണ പഠനത്തെയോ ഡാറ്റാ സെറ്റിനെയോ ചെറുതും പ്രാധാന്യം താരതമ്യേന കുറഞ്ഞതുമായ പ്രസിദ്ധീകരണങ്ങളാക്കി വിഭജിക്കുന്ന രീതിയാണ് സലാമി സ്ലൈസിംഗ് എന്ന് പറയുന്നത്. പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം കൃത്രിമമായി വർദ്ധിപ്പിക്കുന്നതിനോ ഗവേഷണ ഫലം പൊലിപ്പിച്ച് കാട്ടുന്നതിനോ ഈ രീതി അവലംബിക്കുന്നതായി കാണുന്നു. ഗവേഷകർ എന്തുകൊണ്ട് റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻസിൻ്റെ ഭാഗമാകുന്നു? ഒന്ന്, അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, കൂടുതൽ അംഗീകാരം ലഭിക്കുക, വേഗത്തിലുള്ള കരിയർ പുരോഗതി കൈവരിക്കുക, കൂടുതൽ ഫണ്ട് ലഭിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗവേഷകർ കൂടുതലായും റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻസിൻ്റെ ഭാഗമാകുന്നത്. ഗവേഷകർ മനഃപൂർവ്വമായി റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻ്റെ ഭാഗമാകുന്നു. എഴുത്തുകാർ പലപ്പോഴും അധാർമികമായ പ്രസിദ്ധീകരണ രീതികളാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നത് പ്രധാനമാണ്. പലപ്പോഴും സലാമി സ്ലൈസിംഗ്, ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിക്കേഷൻ, ഓവർലാപ്പിംഗ് പബ്ലിക്കേഷൻ എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഗവേഷകർ മനസ്സിലാക്കുന്നില്ല. ഒരേ പഠനം എപ്പോൾ പ്രത്യേക പ്രബന്ധമായി പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിക്കാൻ ഗവേഷകർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാകും. ഗവേഷകർ സ്വയം കോപ്പിയടിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല എന്നതും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഗവേഷകർ മനഃപൂർവ്വമായി ഈ രീതികൾ പിന്തുടരുന്നു എന്ന റിഡൻഡൻറ്റ് പബ്ലിക്കേഷൻസ് എന്തുകൊണ്ട് അധാർമികമായിരിക്കുന്നു, അൺഎത്തിക്കലായിരിക്കുന്നു? ഒന്ന്, ഡ്യൂപ്ലിക്കേറ്റ് പബ്ലിഷിങ്ങിൽ ഒരു ഗവേഷകൻ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ പ്രബന്ധത്തിൻ്റെ പൂർണ്ണമായ പകർപ്പവകാശം ജേണലിനായിരിക്കും, ഗവേഷകനായിരിക്കുകയില്ല. മിക്ക കേസുകളിലും എന്നതുപോലെ ഇത് ഒരു പകർപ്പവകാശ ലംഘനമാണ്. മോശമായ ഒരു പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണമായി വേണം ഇതിനെ പരിഗണിക്കാൻ. ഓവർലാപ്പിംഗ് പ്രസിദ്ധീകരണങ്ങളിൽ പകർപ്പവകാശ ലംഘനം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഒരേ പ്രബന്ധം ഒന്നിലധികം ജേണലുകളിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുക വഴി ജേണലുകൾ ഒരേ ജോലി നിർവഹിക്കുന്നതിന് സമയവും പണവും ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കാദമികവും ശാസ്ത്രീയവുമായ വിഭവങ്ങളുടെ പാഴാക്കലായി വേണം ഇതിനെ പരിഗണിക്കാൻ. സലാമി സ്ലൈസിങ്ങിൽ ശാസ്ത്രീയമായ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുക എന്നതിനേക്കാൾ അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതിനേക്കാൾ ഇതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. പിയർ റിവ്യൂവറുടെ സമയം അന്യായമായി പാഴാക്കലാണ് ഇത്. രചയിതാവിൻ്റെ ഉദ്ധരണി രേഖ വർദ്ധിപ്പിക്കുക മാത്രമേ ഇതുവഴി ചെയ്യുകയുള്ളൂ. പുരോഗതി കൈവരിക്കുക എന്നുള്ള അധാർമിക കരിയർ മാർഗമായി വേണം ഇതിനെ പരിഗണിക്കാൻ. ഗവേഷകൻ്റെ വിശ്വാസ്യത ഇതുവഴി നഷ്ടമാകുന്നുണ്ട്. ടിപ്സ് ടു പബ്ലിഷ് എത്തിക്കലി. ധാർമ്മികമായി പ്രസിദ്ധീകരിക്കാനുള്ള വഴികൾ.
താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഗവേഷണ പ്രബന്ധം ചെറിയ പേപ്പറുകളായി വിഭജിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പഠനം വളരെ വലുതാവുകയും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ ഗവേഷണ പ്രബന്ധത്തെ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഗവേഷണ പഠന ഫലങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിൽ നിന്ന് പുനർവിശകലനം ചെയ്യുകയോ അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ പരിഗണിക്കാൻ കഴിയുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ പേപ്പറുകളായി പുനർവിഭജിക്കാവുന്നതാണ്. നിങ്ങളുടെ ഗവേഷണ പഠനം വിഭജിക്കപ്പെടുക എന്നത് ആവശ്യപ്പെടുന്നില്ല എങ്കിൽ ഡാറ്റ തകർക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങളുടെ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളുടെ അളവിലല്ല, ഗുണനിലവാരത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നിങ്ങൾ മുമ്പ് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിൽ നിന്നുള്ള ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവ നിങ്ങളുടെ പ്രബന്ധത്തിൽ ഉദ്ധരിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഒരു ഓവർലാപ്പിംഗ് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സാധ്യമെങ്കിൽ ഓവർലാപ്പ് ചെയ്യാൻ സാധ്യതയുള്ള പഠനങ്ങളുടെ പകർപ്പുകൾ നിങ്ങളുടെ കയ്യെഴുത്ത് പ്രതിയോടൊപ്പം ജേണലിൽ സമർപ്പിക്കുക. നിങ്ങൾ അതേ പ്രബന്ധം മറ്റൊരു ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ജേണൽ എഡിറ്റർമാരെ അറിയിക്കുക. അതുവഴി നിങ്ങൾ അവരെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാകും.